രണ്ടാം ലോക മഹായുദ്ധവും ഹിറ്റ്ലറുടെ ഉദയവും എന്തിനേറെ പറയുന്നു, സ്വന്തം മരണം വരെ കൃത്യമായ രീതിയിൽ പ്രവചിച്ചു വെച്ചൊരു വ്യക്തി എഡ്ഗർ കേസി. ഭാവിയെക്കുറിച്ചും അദ്ദേഹം ഇത്തരത്തിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയെ, ഒരു നഗരത്തെ നമ്മൾ വീണ്ടും കണ്ടെത്തും എന്നൊരു കാര്യമാണ്. ചില ആളുകളൊക്കെ ഇതിനെ അറ്റ്ലാന്റിസുമായിട്ട്, കടലിൽ മുങ്ങിപ്പോയിട്ടുള്ള മാന്ത്രിക നഗരം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്ന അറ്റ്ലാന്റിസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രവചനം വരുന്നത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ സയൻസ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആണെന്ന രീതിയിലാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിരുന്നു പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തും. വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവരുടെ ടെക്നോളജികൾ നമ്മൾ കണ്ടെത്തും എന്നതാണ് അദ്ദേഹത്തിന്റെ ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്ന പേരിലുള്ള ഈ ഒരു പ്രവചനം വരുന്നത്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം മറ്റുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരുന്നു, അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ കണ്ടെത്താൻ പോകുന്നു എന്നതാണ് ഈ ഒരു പ്രവചനം. ഒരു പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് ഭൂമിക്ക് പുറത്തൊക്കെയുള്ള ഗ്രഹങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ജലത്തിൻ്റെ ആ സാന്നിധ്യം കണ്ടെത്തുമ്പോൾ അവിടെ മുമ്പ് ജീവൻ ഉണ്ടായിരുന്നു എന്ന ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയുന്നത് പോലെ ജീവന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ജലം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ചിന്തകളിലേക്ക് നമ്മളും എത്തിച്ചേരാറുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. നാലാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത് ലോകത്ത് വലിയൊരു ഗ്ലോബൽ മൂവ്മെന്റ് തന്നെ ഉണ്ടാകാൻ പോകുന്നു, വലിയൊരു റെവല്യൂഷൻ തന്നെ സംഭവിക്കാൻ പോകുന്നു. അത് തുടക്കം കുറിക്കാൻ പോകുന്നത് റഷ്യയിൽ നിന്നാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട്. റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.